നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. അപ്പൊ എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങള്? എനിക്കും സുഖം തന്നെയാ. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് രാവിലെ ഉച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ, നമ്മുടെ വീട്ടു ജോലികളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പൊ വീഡിയോ എന്നത്തെയും പോലെ തന്നെ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂട്ടാ. ഇപ്പൊ രാവിലെ ചപ്പാത്തിയും ഇഷ്ടുകറിയും ചായയും, കട്ടൻ ചായയും. ഇവിടെ എല്ലാവരും കട്ടൻ ചായയാണ് കേട്ടോ. അപ്പൊ ചപ്പാത്തിക്ക് ഇഷ്ടുകറി ഉണ്ടാക്കിയത്, എനിക്ക് ജലദോഷം ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ഇഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ, ക്ഷമിക്കുക. ഇഷ്ടുകറി ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കി ഇഷ്ടുകറി. അങ്ങനെ ചായ കുടിക്കാൻ ഉണ്ണിക്കുട്ടി എണീറ്റിട്ടില്ല. അതായത് ചായയുടെ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ കിച്ചണിൽ കയറിയ രാവിലത്തെ സമയത്ത് നല്ല പണികളല്ലേ, ജോലികളല്ലേ. അപ്പൊ മീൻ കിട്ടിയിട്ടുണ്ട്, ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ചെമ്മീൻ കറി വെക്കാനും പിന്നെ എന്ത് മണിക്കാണെങ്കിലും കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതിന്നും കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണം. അപ്പൊ ചെമ്മീന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇന്നലെ രാത്രിയിൽ കുറഞ്ഞതാണ്. അപ്പൊ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അയച്ചു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ അത് നന്നാക്കി എടുക്കുകയാണ്. നന്നാക്കി കഴിഞ്ഞു. അതിലെ ചളി പോലെയുള്ള ഇതൊക്കെ കളയണം കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് നന്നായി ഉരച്ചു കഴുകി. അപ്പൊ ആ മീനിന്റെ ഉളുമ്പുമണം എല്ലാം പോവാൻ വളരെ നല്ലതാണ്. അതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോഴേക്ക് ചോറ് വെക്കണ്ടേ. അപ്പൊ ചോറും ഗ്യാസുമ്മ തന്നെയാ വെക്കുന്നത്. നമുക്ക് റേഷൻ കടയിലത്തെ മട്ട അരിയാണ് കേട്ടോ, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ചോറിനുള്ള വെള്ളം വെച്ചു. ഇനി നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനുള്ള പാത്രമാണ്, പക്ഷെ അതിൽ ഇറക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മട്ട അരി നമ്മളൊന്ന് അത്യാവശ്യം ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് താഴെ ഇറക്കി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും. അപ്പൊ അതിന് വേണ്ട അരിയൊക്കെ എടുത്ത് കഴുകിയിട്ട് അടുപ്പത്ത് ഇടണം. നമ്മളെ മീൻ ഇവിടെ നന്നാക്കി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ കാണുമ്പോഴൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇഷ്ടമുള്ളവര് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചായ വെച്ചിട്ടുണ്ട്, ചായയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ ഉണ്ണിക്കുട്ടൻ നീറ്റ് കഴിഞ്ഞാൽ അവന് കൊടുക്കണം. അതുവരെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് ചായ കുടിക്കലും കഴിഞ്ഞപ്പോ ചോറിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. നമ്മളെ മീൻ അവിടെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കിയിട്ട് അത് ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ എടുക്കണം. നാളികേരം അരച്ചിട്ട് കറി വെക്കാന്ന് വിചാരിക്കുന്നത്. പതിവ് പോലെ തന്നെ മാങ്ങാത്തോല് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അതൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ മത്സ്യം നന്നാക്കി വെച്ചേ ഉള്ളൂ. ഇനി എന്താണ് കേട്ടോ, മട്ട അരി എടുത്തൊന്ന് നന്നായിട്ട് കഴുകട്ടെ. ഒരു 4-5 തവണ കഴുകി ക്ലീൻ ആയതിനു ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഗ്യാസിൽ തന്നെ ചെയ്യാൻ നോക്കും. ചില സമയത്ത് വിറകടുപ്പിൽ വെക്കും കേട്ടോ. നമ്മളെ റൈസ് കുക്കറാണ് ഇരിക്കുന്നത്, റെഡ് കളറിൽ ഇരിക്കുന്നത്. അതിലേക്ക് ഇറക്കി വെക്കുന്ന പാത്രമാണ് കേട്ടോ, ചോറ് ചെമ്പാണത്. ഞാൻ അത് ഇറക്കി വെക്കാറില്ല. നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. ഇത് പിന്നെ മട്ട അരിയല്ലേ, നമുക്ക് കിട്ടുന്ന മട്ട അരിയാണ്. അപ്പൊ അത് അത്ര വേവൊന്നും ഉള്ളതല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി ചെമ്മീന്റെ കറി നമുക്ക് ഉണ്ടാക്കാനും അതിലേക്ക് വേണ്ട നാളികേരം പൊളിക്കണം, അത് ചിരകി അരച്ച് കറി വയ്ക്കുകയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ നാളികേരം പൊളിക്കാനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. അത് പൊളിച്ച് വെച്ചിട്ട് അരി ഇടാനായിട്ട് അരി കഴുകി. അപ്പൊ ആ അരി ഒന്ന് കഴുകിയിട്ട് അടുപ്പത്തിടട്ടെ. ഇനി നമ്മൾ കയ്യിലോട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളെ പാത്രത്തിൽ അരിയൊക്കെ ഒന്ന് അതിൽ കൊട്ടിട്ടതിന് ശേഷം നന്നായിട്ട് നടച്ചു വെച്ചാല് അത് അവിടെ കിടന്ന് ആയിക്കോളും, തിളച്ചോളും. അപ്പൊ നമ്മൾ കഴുകി വെച്ച് വൃത്തിയാക്കിയുള്ള ചെമ്മീനും മീനും പിന്നെ അതുപോലെ നമ്മളുടെ എന്താണ് മാങ്ങാത്തോലില്ലേ, മാങ്ങാത്തോല് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുതിരാനായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടിട്ടുണ്ട്. ഇനി ആ വെള്ളത്തോട് കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അപ്പൊ നാളികേരം ചിരകിയെടുത്തു, അത് അരച്ചിട്ട് മിക്സിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. മിക്സിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നാളികേരം, ചുവന്നുള്ളി, പെരിഞ്ജീരകം ഇന്നിട്ടിട്ടില്ല കേട്ടോ. പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് ചിലർക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു.
പിന്നെ മാങ്ങാത്തൂലും. അപ്പോഴേക്ക് നമ്മളുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്നതിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ചെമ്മീൻ കുറച്ച് വറക്കാനുള്ളത് മാറ്റി വെച്ചു. ഇനി കറി വെക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്തു, മുളക് പൊടിയൊക്കെ ഇടണം. അതിന് മുന്നേ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച നാളികേരം മാങ്ങാത്തോലും കൂടി വെള്ളത്തോടെ അത് അരച്ചു വെച്ചത് ഉണ്ടാകുന്ന ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിക്കുള്ളത് ഇട്ടുണ്ടല്ലോ. പിന്നെ തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ട് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ തക്കാളി ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് കേട്ടോ കറിയിലിടുക. അപ്പൊ വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അയാൾ കറിക്കൊരു ടേസ്റ്റ് ആണ്. ഇനി അത് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് വറ്റി വരുമ്പോ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് കറി വെക്കുന്ന ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാ. പക്ഷെ എന്നും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ, ചെമ്മീൻ കറി വെക്കുന്നതും എല്ലാ തരം മീൻ കറി വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ. അറിയാത്തവരുണ്ടെങ്കിൽ അവർ കാണട്ടെ, അത്രേ ഉള്ളൂ. ഇനി ഫ്രൈ ചെയ്യാം. ഒരടുപ്പത്ത് കറി വെച്ചു, മറ്റേ അടുപ്പത്ത് നമ്മൾ ചോറ് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് വെള്ളമൊഴിച്ച് വാർത്തെടുക്കാം. ഞാൻ വാർക്കുകയാണ് ചെയ്യുക. അപ്പൊ അതെന്ത് വാർത്ത് വെക്കാൻ പറ്റും. ഈ ഫ്രൈ ചെയ്യാനുള്ള നമ്മളെ പാന് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വന്നപ്പോൾ ഞാൻ ഓയിലോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഓയിലാണ് വറക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട്, അപ്പൊ ഓയിലിൽ വറുത്തെടുക്കാം. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീന് അതിലേക്ക് ഇട്ട് വറുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സപ്പോർട്ട് ചെയ്യാട്ടോ. എനിക്ക് ജലദോഷമാണ്. 2 ദിവസമായിട്ട് ചുമ ഉണ്ട്, ജലദോഷം ഉണ്ട്. അപ്പൊ സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഞാന് ആ മീൻ വറക്കാനുള്ളത് എടുത്ത് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ ഇതിന്റെ കൂടെ ചെമ്മീനൊക്കെ ആകുമ്പോ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമുക്ക് കൊതിനീരൊന്നും കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഒരു സവാളയും തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ അതിന്റെ മീൻ കൂടെ തന്നെ ഇട്ടിട്ട് ഒരു മസാല പോലെ ആക്കിയിട്ട് തൈലിട്ടു. അപ്പൊ കുറച്ച് കൂടുതലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ കറി ഫ്രൈയും ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഓക്കെ, ബൈ, സീ യു.